അതായത് രമണ, യുദ്ധം നിർത്താൻ ഞങ്ങൾ റെഡിയാണ്, അതല്ലെങ്കിൽ ട്രംപ് റെഡിയാണ്, ഇറാൻ ഒരു നിലക്കും സമ്മതിക്കുന്നില്ല, അവസാനം ഗതികെട്ട് ഇനിയിപ്പോൾ ഹോർമോസ് അടച്ചിട്ടാലും കുഴപ്പമില്ല, ഞങ്ങൾ യുദ്ധം നിർത്തി പോകും എന്നാണ് അമേരിക്കയുടെ അല്ലെങ്കിൽ US പ്രസിഡന്റിന്റെ വൈറ്റ് ഹൗസിലെ ഭരണ ഉദ്യോഗസ്ഥര് ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേർണലിൽ കൊടുത്തിട്ടുള്ള ഒരു ക്ലിപ്പ്. ഇതേ സമയം ലെബനോനിലോട്ട് ഇടിച്ചു കയറിയിട്ടുള്ള IDF ഇസ്രായേലി പട്ടാളക്കാരിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് ലെബനോനിലെ ഹിസ്ബുള്ളയും ടീമും. ഇനി ഇറാൻ നിന്ന് കത്തിയാലും കുഴപ്പമില്ല, കത്തിയ ചാമ്പൽ വരെ അങ്ങ് ഇസ്രായേലിൽ പോയിട്ട് ബോംബായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും ഇവിടെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ കുറച്ച് അപ്ഡേറ്റുകളിലോട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത്, വാൾ സ്ട്രീറ്റ് ജേർണലിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയാ ഒരു വാർത്തയാണ്. ഇതാണ് ആ വാർത്ത. ഇതിൽ പറയുന്നത്, ഹോർമോസ് കടലിടുക്ക് ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഇറാൻ അടച്ചിട്ടാലും കുഴപ്പമില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം അമേരിക്കക്ക്. അതല്ലെങ്കിൽ പ്രസിഡന്റ് ട്രംപ് ചിന്തിക്കുന്നത് മാത്രമാണ്, യുദ്ധത്തിൽ തലയിട്ടു തുടങ്ങി കുടുങ്ങിയെന്ന് പറഞ്ഞ പോലെ തന്നെ തലയിട്ട് കുടുങ്ങി, ഇനി എങ്ങനെ ഊരാം എന്നുള്ള ചിന്തയിലാണ് പ്രസിഡന്റ് ട്രംപ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇതിൽ കൊടുത്തിട്ടുള്ള പ്രസ്താവന എങ്ങനെയാണ്: ഹോർമോസ് കടലിടുക്ക്, സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ഭാഗികമായി അടഞ്ഞ് തന്നെ കിടന്നാലും ഇറാനെതിരെയുള്ള US സൈനിക നീക്കം അവസാനിപ്പിക്കാൻ താൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് ട്രംപ് തന്റെ സഹായികളോട്, അതായത് വൈറ്റ് ഹൗസിലെ തന്റെ മറ്റ് ഉദ്യോഗസ്ഥരോടും ബാക്കിയുള്ള ആളുകളോടും പറഞ്ഞു. ഭരണകൂട ഉദ്യോഗസ്ഥർക്കാണ് ഈ ഒരു ട്രംപിന്റെ ആഗ്രഹം ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഈ തീരുമാനം ജലപാത ഇനിയിപ്പോൾ മൊത്തത്തിൽ അങ്ങ് അടഞ്ഞു കിടന്നാലും, അല്ലെങ്കിൽ ഇറാൻ കംപ്ലീറ്റ്ലി അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്താലും കുഴപ്പമില്ല, മറ്റേതെങ്കിലും രീതിയിലൂടെ നമുക്ക് നയതന്ത്രപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൂടെ നമുക്ക് ഇത് സംസാരിച്ച് തീർക്കാം എന്നാണ് ട്രംപിന്റെ ഉദ്ദേശം. ട്രംപിന് യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. പല ആൾക്കാർ ഇതിൽ പല അഭിപ്രായം പറയുന്നുണ്ട്. അതായത് ചില ആളുകൾ പറയും അത് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ട്രംപ് വെറുതെ അടിച്ചുവിടുന്ന ഓരോതാണ്, ഇതേ സമയത്ത് ട്രംപ് അപ്പുറത്ത് ആക്രമണങ്ങൾ നടത്തുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഇറാൻ ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണിത്. ട്രംപ് ഏതൊക്കെ ഐഡിയകൾ കൊണ്ടുപോയി, പാകിസ്ഥാൻ ത്രൂ ആണെങ്കിലും തുർക്കി ത്രൂ ആണെങ്കിലും ഖത്തർ ത്രൂ ആണെങ്കിലും ഒമാൻ ത്രൂ ആണെങ്കിലും ഒക്കെ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വളരെ ഈസിയായിട്ട് തീർക്കാമെന്ന് വിചാരിച്ച ട്രംപ് യുദ്ധം തുടങ്ങി 33 ദിവസങ്ങളായിട്ടും ഇതിലൊരു മാറ്റമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇറാൻ മൊത്തത്തിൽ കത്തിച്ചാമ്പലായിട്ട് അമർന്നാൽ ആ അവസാനത്തെ ഒരു തരി മണ്ണ് വരെ യുദ്ധം ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഇറാന്റെ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം ട്രംപിന് യുദ്ധം നിർത്താം എന്നുള്ളത്, അതായത് ട്രംപ് ജയിച്ചു, 5-1 ജയിച്ചെന്ന് പറഞ്ഞ പോലെ ഞാൻ ജയിച്ചിട്ടുണ്ട്, ഞാൻ സെറ്റപ്പാണ്, ഞാൻ അടിപൊളിയാണ് എന്നൊക്കെ ചിന്തയോടുകൂടി ഞാൻ ജയിച്ചിട്ടുണ്ട്, എന്നാലും വേണ്ടില്ല, എനിക്ക് യുദ്ധം നിർത്തണം. ഇതാണ് ഇപ്പൊ ട്രംപ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ വാൾ സ്ട്രീറ്റ് ജേർണൽ പോലത്തെ സ്ഥലത്തോട്ട് ട്രംപിന്റെ ഡീറ്റെയിൽസുകൾ പുറത്തോട്ട് വരുന്നത്. ഈ തന്ത്രപ്രധാനമായിട്ടുള്ള പാത ബലപ്രയോഗത്തിലൂടെ തുറക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തതാണ് ട്രംപ് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. അത് യുദ്ധത്തെ താൻ നിശ്ചയിച്ചിട്ടുള്ള 4 മുതൽ 6 ആഴ്ച വരെയുള്ള സമയപരിധിക്ക് പുറത്തേക്ക് നീങ്ങുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും ട്രംപ് സഹായികളോട് സംസാരിച്ചു എന്നാണ് വാൾ സ്ട്രീറ്റ് ജേർണലിൽ വന്നിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഇറാന്റെ നാവികസേന മിസൈൽ ശേഖരം എല്ലാം തകർത്തു എന്ന പ്രധാന ലക്ഷ്യങ്ങൾ കൈവരിച്ച ശേഷം നിലവിലുള്ള ശത്രുത അവസാനിപ്പിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് എന്നും വിചാരിച്ചു. അതായത് ഇറാന്റെ ആളുകളെല്ലാം കൊന്നു, റെജീം ചേഞ്ച് ചെയ്തു, ഇറാന്റെ മിസൈൽ ശേഖരങ്ങൾ കംപ്ലീറ്റ്ലി അടിച്ചു തീർത്തു, ഇറാന്റെ നാവി വ്യോമം എല്ലാം തീർത്തിട്ടുണ്ട്, ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ ഇറാന്റെ സഹായങ്ങളെല്ലാം ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തതുകൊണ്ട് ഇനി യുദ്ധം നിർത്തിയിട്ട് ഇറാനുമായിട്ട് ഒരു പുതിയ സൗഹൃദ ബന്ധത്തിലോട്ട് പോകാം എന്നാണ് ട്രംപിന്റെ ഉള്ളിലിരിപ്പ് എന്നാണ് ട്രംപ് തന്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായിട്ട് വാൾ സ്ട്രീറ്റ് ജേർണലിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഇതോടൊപ്പം വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാനും ഇറാനു മേലെ നയതന്ത്ര സമ്മർദ്ദം ചെലുത്താനുള്ള മറ്റ് നീക്കങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്നുള്ള ഡിസ്കഷനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നീക്കം പരാജയപ്പെടുകയാണെങ്കിൽ കടലിടുക്ക് തുറക്കുന്നതിന് നേതൃത്വം നൽകാൻ യൂറോപ്പിലെയും ഗൾഫിലെയും സഖ്യകക്ഷികളോട് വാഷിംഗ്ടൺ ആവശ്യപ്പെട്ടു എന്നും കൂടെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ പ്ലാനൊന്നും നടക്കുന്നില്ല, ഇറാൻ ഒരു രീതിയിലും മുട്ടുമടക്കുന്നില്ല. അതായത് ട്രംപ് തന്നെ മുട്ടുമടക്കണം എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ട്രംപ് ഈ പറഞ്ഞ സഖ്യകക്ഷികളായിട്ടുള്ള മറ്റേ എന്താ പറയാ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളോടും ഗൾഫ് രാജ്യങ്ങളോടും, ഇപ്പൊ ഇന്നലെ ഗൾഫ് രാജ്യങ്ങളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പണം തരൂ, പണം തന്ന് സഹായിക്കൂ, എന്റെ കയ്യിൽ കാശ് തീർന്നു, യുദ്ധം ചെയ്ത് എന്റെ കയ്യിൽ കാശ് തീർന്നുകൊണ്ടിരിക്കുകയാണ്, അമേരിക്കക്കാർ മൊത്തം റോട്ടിലിറങ്ങി എനിക്കെതിരെ എന്നെ പച്ചത്തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഗൾഫുകാരുടെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, നിങ്ങൾ പൈസ തരൂ, നിങ്ങൾ ആ പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ ആ പൈസ വെച്ചിട്ട് ഞാൻ ഇറാനെ തീർത്ത് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം. ഈ മണ്ടന്മാരായിട്ടുള്ള അറബികൾ ചിലപ്പോൾ ഒക്കെ ചെയ്തെന്ന് വരും. അതാണ് ഇത്രയും ദിവസം നടന്നത്. അപ്പം ഇതാണ് ട്രംപ് പുതുതായിട്ട് പറഞ്ഞിട്ടുള്ള പ്രസ്താവനയായിട്ട് ഇപ്പം വാൾ സ്ട്രീറ്റ് ജേർണലിൽ വന്നിട്ടുള്ള, അല്ലെങ്കിൽ ട്രംപിന്റെ ഉദ്യോഗസ്ഥർ പുറത്തോട്ട് വിട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിലെ ആധികാരികതയും അല്ലെങ്കിൽ ഇത് ഉള്ള കാര്യം കേട്ടോ, വാൾ സ്ട്രീറ്റ് ജേർണലിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ തട്ടിയെടുത്ത് വിടുന്ന സാധനങ്ങളൊന്നും ആവില്ല, അതിലൊക്കെ കാര്യമുണ്ട്, വെറുതെ വരുന്നൊന്നുമില്ല. അപ്പൊ ഇതാണ് ഇപ്പം ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന. നമ്മൾ അല്ലാണ്ട് കാണുന്നതും പറയുന്നതും ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിലും പുള്ളിയുടെ ഉള്ളിലിരിപ്പ് അവസ്ഥ, അതായത് വൈറ്റ് ഹൗസിലെ വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിന്റെ ഉള്ളിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്.
ഇനി ഇതേ സമയത്ത് തന്നെ ലെബനോനിലോട്ട് ഇടിച്ചു കയറിയിട്ടുള്ള IDF ഉണ്ട് അല്ലേ. അതായത് ലെബനോൻ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് മൊത്തത്തിൽ പിടിച്ചെടുക്കണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ലോങ് ടേം വിഷൻ. അതായത് ഒരു ദീർഘ അല്ലെങ്കിൽ വിശാല ഇസ്രായേലിന്റെ സമയത്ത് ലെബനോനൊക്കെ അതിന്റെ ഭാഗമായിട്ട് മാറിയേ പറ്റൂ അവർക്ക്. അപ്പം അതിന്റെ ഭാഗമായിട്ട് കരയുദ്ധം അവിടെ സ്റ്റാർട്ട് ചെയ്തത് അതിനാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഈ കരയുദ്ധത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അവിടെ നിന്ന് IDFന്റെ പല ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ പല സൈനികരെയും കൊന്നു കളഞ്ഞിട്ടുള്ള പല വീഡിയോസ് നമ്മൾ കണ്ടു. അതിന്റെ ഭാഗമായിട്ട് ഇന്നലത്തെ ഹിസ്ബുള്ളയായിട്ടുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കടുത്ത ഏറ്റുമുട്ടലിൽ 4 മുതൽ 6 വരെ സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് IDF സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിലെ ആളുടെ പേര് പറയുന്നുണ്ട്: ക്യാപ്റ്റൻ നോഹ മത്ത് മോനി, സർജൻ ബെൻ കോഹൻ, പിന്നെ ലിറോൺ ബെൻസിയോൺ, മാക്സിം ആൻഡിറസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഇസ്രായേലി പട്ടാള കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ലെബനോൻ ഹിസ്ബുള്ള തീർത്തിട്ടുണ്ട്. ഇതിൽ ഹിസ്ബുള്ള തൊടുത്തുവിട്ട ടാങ്ക് വിരുദ്ധ മിസൈൽ, അതായത് ആന്റി ടാങ്ക് മിസൈൽസ് ആണ് ഹിസ്ബുള്ള ഏറ്റവും കൂടുതൽ തൊടുത്തു വിടുന്നത്. ഏകദേശം 100ഓളം ടാങ്കുകൾ പൊട്ടി തകർത്ത് കളഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ മരണങ്ങളോടെ നിലവിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേലികളുടെ എണ്ണം അല്ലെങ്കിൽ ഇസ്രായേലി സൈനികരുടെ എണ്ണം 10ന് മേലെയാണ് എന്നാണ് IDFന്റെ സൈഡിൽ നിന്നുള്ള വിശദീകരണം അല്ലെങ്കിൽ കൺഫർമേഷൻ ഇപ്പം വന്നിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഇന്നലെ ടെല്ലവീവിലോട്ടും ജെറുസലേമിലോട്ടും വന്നിട്ടുള്ള നാശനഷ്ടങ്ങളുടെ കണക്ക് പുറത്തോട്ട് വരുന്നുണ്ട്. ഏകദേശം ആക്രമണവും ആഘാതവും രാത്രി മുഴുവൻ ടെല്ലവീവിലും പരിസര പ്രദേശത്തും നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിൽ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ തകർത്ത് ഒരുപാട് മിസൈലുകൾ താഴെ വീണിട്ടുണ്ട്. തെരുവുകളിൽ കംപ്ലീറ്റ്ലി പല തെരുവുകളിലും തീപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങളുടെ ചില്ലുകൾ തകർന്ന് വാഹനങ്ങൾ, റോഡരികിൽ അടിസ്ഥാന സൗകര്യങ്ങളും കേടുപാടുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പല കെട്ടിടങ്ങളുടെയും മൊത്തത്തിൽ തീയിട്ട് അല്ലെങ്കിൽ ഒരു സൈഡ് മൊത്തം കത്തി പോയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. മരണവിവരം ഇതുവരെ ആരും പുറത്തു വിട്ടിട്ടില്ല. പൊതുവെ വിടാറുമില്ല. എത്ര പേരും ചത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും അവിടെ പുറത്തോട്ട് വിടാറുമില്ല. അപ്പം ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജസ്റ്റ് മിസൈൽ വാർഹെഡുകൾ വെച്ചിട്ടാണല്ലോ ഈ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങളെ ഒരു മിസൈൽ അങ്ങോട്ട് വന്നിട്ട് ഇന്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ഒരു 10-25ഓളം മറ്റ് ബോംബുകൾ പല സ്ഥലത്തും തെറിച്ചും മൊത്തത്തിൽ വീണുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇപ്പം ഇസ്രായേൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ മിസൈലുകളെ തകർത്ത് കഴിഞ്ഞാലും മിസൈലിനകത്ത ബോംബ് വരെ വന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ. ഇത്തരം മിസൈലുകൾ ആകാശത്ത് വെച്ച് ചെറിയ ബോംബുകളായിട്ട് ചിന്നിച്ചിതറിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലായിട്ട്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളിലെ സമ്മർദ്ദം, അതായത് മൊത്തം പ്രതിരോധ സംവിധാനങ്ങൾ തകർന്ന അവസ്ഥയിലാണ് ഇപ്പം ഇസ്രായേൽ. ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും സംയുക്തമായിട്ടുള്ള ആക്രമണം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലോട്ട് എത്തിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇതിൽ മിസൈൽ ഏതാണ്, ഇതിൽ ഡ്രോൺ ഏതാണ്, ഇതിൽ ക്ലസ്റ്റർ ബോംബ് ഏതാണെന്ന് അറിയാത്ത രീതിയിൽ ഈ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം തേരാപാര നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം ഇസ്രായേലുള്ളത്. പിന്നെ സാമ്പത്തിക ആഘാതം പറയുകയാണെങ്കിൽ ഇസ്രായേലിന്റെ സാമ്പത്തിക കേന്ദ്രമായിട്ടുള്ള ടെല്ലവീവ്, അതായത് സാമ്പത്തിക കേന്ദ്രമാണല്ലോ അവിടെ അവരുടെ ടെല്ലവീവിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ടെല്ലവീവിൽ പല രീതിയിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. പൊതുഗതാഗതത്തിന് നല്ല രീതിയിൽ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. 80-85% വാഹനങ്ങൾ പുറത്തിറങ്ങാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പല വിപണികൾ അടഞ്ഞു കിടക്കുന്നുണ്ട്. ഷോപ്പുകൾ ചിലതൊക്കെ മാത്രം ഓപ്പൺ ആയിട്ടുള്ള പല വിപണികളും പലതരത്തിലുള്ള അങ്ങോട്ടുള്ള ടൂറിസവും അങ്ങോട്ടുള്ള മറ്റ് ലോജിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങോട്ടുള്ള പല കാര്യങ്ങളും സ്റ്റോപ്പ് ആയതിന് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ഇസ്രായേലിനെ പണി കിട്ടിയിട്ടുണ്ട്. ഇനി മാനസികാഘാതം, തുടർച്ചയായിട്ടുള്ള സൈറണുകളും, ഒരു ദിവസം രാവിലെ എണീറ്റ് കക്കൂസിലിരിക്കുമ്പോൾ വരെ സൈറണം കട്ടിക്കുക, ഓടുകയാണ് ബങ്കറിലോട്ട്, ചന്തി പോലും കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ. നേരെ ഓടുന്ന അവസ്ഥ. ആളുകൾ ഒരു ദിവസം 4-5 വട്ടം ബങ്കറിൽ പോകും. ചില ബങ്കറുകൾ പൊട്ടും, അവിടെ ആളുകൾ തീരും. അതല്ല, കുറെ ബങ്കറുകളൊക്കെ സേഫ് ആകുന്നോടുന്ന് വീണ്ടും റൂമിലോട്ട് വരും. റൂമിൽ അടുത്തതൊന്ന് കുളിക്കാൻ കയറുമ്പോഴായിരിക്കും സോപ്പ് വെച്ചിരിക്കുമ്പോഴായിരിക്കും അടുത്ത ബങ്കർ അല്ലെങ്കിൽ അടുത്ത സൈറണൊക്കെ എല്ലാം ഉടുക്കുന്നുണ്ടോന്ന് പോലും അറിയില്ല, ഓടുകയാണ് അടുത്ത ബങ്കറിലോട്ട്. ഇങ്ങനെ ബങ്കറിലോട്ട് ഓടുന്നു, തിരിച്ചു വരുന്നു, ഓടുന്നു, തിരിച്ചു വരുന്നു, ഓടുന്നു, തിരിച്ചു വരുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. ആളുകളും പട്ടാളക്കാരും സൈനികരും ഒക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും കംപ്ലീറ്റ്ലി തളർന്നിരിക്കുന്ന ഒരു ഇസ്രായേലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ സ്ഥാനത്ത് ഇറാനിലും ഉണ്ട് അതൊക്കെ. ഇറാനിൽ ബങ്കറുകളൊന്നുമില്ല. നേരെ മിസൈലുകൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എയർ സ്ട്രൈക്കുകൾ വരുമ്പം ആളുകൾ സ്വയം മരിക്കുകയാണല്ലോ. ബങ്കറിലോട്ട് ഓടുന്ന പരിപാടിയൊന്നും ഇറാനികൾക്കില്ല. ഇവൻ ഇപ്പം ഇറാനിലെ ഏതൊരു സ്ട്രീറ്റ് എടുത്തു കഴിഞ്ഞാൽ ആളുകൾ ബങ്കറിലൊന്നുമല്ല, സ്ട്രീറ്റിലാണ് ഇപ്പോൾ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നത്. അവരാ രീതിയിലാണ് യുദ്ധത്തിനെ കാണുന്നത്. അതായത് ഒരാൾ പേടിച്ച് യുദ്ധം ചെയ്യുന്നതും ഒരാൾ പേടിയില്ലാണ്ട് യുദ്ധം ചെയ്യുന്നതും, ഇതാണ് ഇതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ചില അപ്ഡേറ്റുകൾ പറയാനുള്ളത്. പിന്നെ UAE കനത്ത ആക്രമണം നടക്കുന്നുണ്ട്. ദുബായിലോട്ടും അബുദാബിയിലോട്ടും ബാക്ക് ടു ബാക്ക് ഇറാന്റെ ആക്രമണം നടക്കുന്നുണ്ട്. അതുപോലെ കുവൈറ്റിലെ ഒരു എണ്ണ കപ്പലിന് വലിയൊരു മിസൈൽ വീണിട്ടുണ്ട്. എണ്ണ ചോർന്ന് കടലിലോട്ടായിട്ടുണ്ടോ എന്നുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളിലാണ് ഇപ്പോൾ ആൾക്കാരുള്ളത്. ഒരു വലിയൊരു കപ്പലായിരുന്നു ആ പൊളിഞ്ഞ് തീർന്നിട്ടുള്ളത്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് സഹായം എടുക്കാൻ വേണ്ടി വരാനിരുന്ന മഹാൻ എയർ
അതിൻ്റെ ഒരു വിമാനം ഇന്നലെ ടെഹ്റാനിൽ അമേരിക്ക ബോംബിട്ട് തകർത്തിട്ടുണ്ട്. പകരം ഞങ്ങൾ വേറെ വിമാനം അയച്ചോളാം അപ്പം തന്നെ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപിന്റെ ഉള്ളിലെ ആഗ്രഹം. പക്ഷേ ഇറാൻ വിട്ടുകൊടുക്കാത്തതുകൊണ്ട് പിന്നെ നമുക്കിനിയിപ്പം ലോകം 1-ാം നമ്പർ പോലീസ് 1-ാം നമ്പർ രാജ്യമൊക്കെ അല്ലേ, അതുകൊണ്ട് പിടിച്ചു നിന്നേ പറ്റൂ, അല്ലെങ്കിൽ വലിയ മോശമായി പോകും. അതാണ് ഇപ്പോൾ ഇറാനിൽ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ പുതിയ അപ്ഡേറ്റുകളായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് തരാം. നമുക്ക് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം.